നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഹാട്രിക് വിജയം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. 300-ലധികം സീറ്റുകളുമായി മോദി മൂന്നാം ഊഴം നേടുമെന്ന് പ്രവചനങ്ങൾ. ഇന്ത്യ മുന്നണിക്ക് പരമാവധി 180 സീറ്റുകൾ വരെ. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി ഇന്ത്യ മുന്നണി. പോൾ ഫലങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ. കേരളത്തിൽ UDF തരംഗമെന്ന എക്സിറ്റ് പോൾ സർവേകൾ. UDF 15-ലധികം സീറ്റുകൾ നേടുമെന്ന് പ്രവചനം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പോൾ ഫലങ്ങൾ. LDFന് പരമാവധി 4 സീറ്റ് വരെ. അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം. സിക്കിമിൽ SKMനും ലീഡ്. ഇന്നും മഴ കനക്കും. ഇടുക്കിയിലും കോഴിക്കോട്ടും വയനാട്ടിലും ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചൊവ്വാഴ്ച വരെ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30-ന് എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര അവയവക്കടത്തിൽ പിടിയിലായ മുഖ്യപ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കും. ഹൈദരാബാദിന് പുറമെ ഡൽഹി, ബംഗളൂരു എന്നീ കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് അന്വേഷണ സംഘം. വയനാട്ടിൽ അരിവാൾ രോഗം പടരുന്നു. ഇതുവരെ രോഗം ബാധിച്ചത് 1050 പേർക്ക്. അട്ടപ്പാടിയിൽ മാത്രം 128 രോഗികൾ. പ്രതിരോധ നടപടികൾ വിഫലമെന്ന് പരാതി. 2020 ക്രിക്കറ്റ് ലോകകപ്പിന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ US കാനഡയെ നേരിടുന്നു. ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ 5-ന് അയർലൻഡിനെതിരെ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മാഡ്രിഡിന്. ബൊറൂസിയെ തകർത്തത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. കിരീടത്തോടെ റയൽ മാഡ്രിഡിൽ നിന്ന് പടിയിറങ്ങി ടോണി ക്രൂസ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഹാട്രിക് വിജയം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. 300-ലധികം സീറ്റുകൾ നേടി മോദി മൂന്നാം ഊഴം ഇന്ത്യ ഭരിക്കും. പരമാവധി 150 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് പുറത്തുവന്ന കണക്കുകൾ. എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇതെന്നും ഇത് വിശ്വസിക്കുന്നില്ലെന്നും ഇന്ത്യ സഖ്യം നേതാക്കൾ പ്രതികരിച്ചു. BJP വിരുദ്ധ ചേരി ഒന്നിച്ചു നിന്നിട്ടും മോദി പ്രഭാവം തടുക്കാനായില്ല. ഇതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പുറത്തുവന്ന ഫലങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് മോദിക്ക് മൂന്നാം ഊഴം. BJPക്ക് ഒറ്റയ്ക്ക് 320 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. NDA മുന്നണി 380 സീറ്റ് വരെ നേടിയേക്കാമെന്ന് ഒട്ടുമിക്ക സർവേകളും പറയുന്നു. പക്ഷേ BJP അവകാശപ്പെട്ടതുപോലെ 400 സീറ്റിലേക്ക് എത്തില്ലെന്നാണ് ഭൂരിപക്ഷ സർവേകളുടെയും കണ്ടെത്തൽ. വിവിധ എക്സിറ്റ് പോൾ കണക്കുകൾ പ്രവചിക്കുന്നതിങ്ങനെ. ജൻ കി ബാത്ത് പറയുന്നു NDA 377 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 151 സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർ 15 സീറ്റുകൾ നേടും. റിപ്പബ്ലിക് PMark NDAക്ക് 359 സീറ്റാണ് നൽകുന്നത്. ഇന്ത്യ മുന്നണി 154 സീറ്റ് നേടും. മറ്റുള്ളവർ 30. ന്യൂസ് എക്സ് സർവേയിൽ NDAക്ക് 371 സീറ്റുകൾ ലഭിക്കും. ഇന്ത്യ മുന്നണി 125 സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർ 47 സീറ്റ്. മാട്രിക്സിന്റെ സർവേയിൽ NDA 353 മുതൽ 368 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 118 മുതൽ 133 സീറ്റുകൾ വരെ. മറ്റുള്ളവർ 43 മുതൽ 48 സീറ്റുകൾ വരെ. ഡി ഡൈനാമിക്സ് NDAക്ക് നൽകുന്നത് 371 സീറ്റുകളാണ്. ഇന്ത്യ മുന്നണി 125 സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർ 47. CNXന്റെ സർവേയിൽ ഇങ്ങനെയാണ്. NDA 401 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 139 സീറ്റുകൾ നേടും. മറ്റുള്ളവർ 38. ഹിന്ദി ഹൃദയഭൂമിയിൽ വീണ്ടും BJPയുടെ തേരോട്ടം തന്നെ. UP, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ വലിയ സംസ്ഥാനങ്ങളിൽ BJPക്ക് വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിനായില്ല. പശ്ചിമബംഗാളിൽ മമതയ്ക്ക് വെല്ലുവിളി ഉയർത്തി BJP സീറ്റ് നില വർദ്ധിപ്പിക്കും. ബംഗാളിൽ കോൺഗ്രസ് CPM സഖ്യം ഒരു സീറ്റ് പോലും നേടില്ല. അരവിന്ദ് കെജ്രിവാളും AAPയും തരംഗമായതിന്റെ സൂചന എക്സിറ്റ് പോളിലില്ല. പരമ്പരാഗത ശക്തി കേന്ദ്രമായ ഗുജറാത്തിൽ
BJPക്ക് വെല്ലുവിളി ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടാവില്ല. തമിഴ്നാട് ഇന്ത്യ മുന്നണി തൂത്തുവാരുമെന്നും വിവിധ സർവേകൾ പറയുന്നു. പഞ്ചാബിലും ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും. പക്ഷേ മണിപ്പൂരടക്കം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം BJPയുടെ തേരോട്ടമാണ്. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്തി NDA നേട്ടമുണ്ടാക്കും. ജഗൻമോഹൻ റെഡ്ഡി വൻ തിരിച്ചടി നേരിടും. തെലങ്കാനയിൽ കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പമാണ്. BRS തകർന്നടിയും. കർണാടകയിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച നേട്ടമില്ല. BJP നില മെച്ചപ്പെടുത്തും. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും BJPക്ക് തന്നെയാണ് നേട്ടം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരളത്തിൽ UDF തരംഗമെന്ന എക്സിറ്റ് പോൾ സർവേകൾ. UDF 15-ലധികം സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്നും എക്സിറ്റ് പോൾ പറയുന്നുണ്ട്. എക്സിറ്റ് പോൾ കണക്കുകളിൽ ഒരുപോലെ ആശങ്കയിലും ആശ്വാസത്തിലുമാണ് രാഷ്ട്രീയ പാർട്ടികൾ. വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിൽ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ UDFന് ആശ്വസിക്കാം. കേരളം UDF തൂത്തുവാരുമെന്നാണ് എക്സിറ്റ് പോളുകൾ. 15 മുതൽ 19 സീറ്റ് വരെ UDFന് ലഭിക്കാമെന്നാണ് കണക്കുകൾ. എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് LDFന് ശക്തമായ തിരിച്ചടി. എക്സിറ്റ് പോളുകൾ LDFന് നൽകുന്ന പരമാവധി സീറ്റുകൾ 5. കേരളത്തിൽ LDFന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യവും ABC സി വോട്ടർ സർവേ തള്ളിക്കളയുന്നില്ല. വിവിധ എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ ഇങ്ങനെ. CNN ന്യൂസ് 18 മെഗാപോൾ സർവേ UDFന് 15 മുതൽ 18 സീറ്റ് വരെ, LDFന് 2 മുതൽ 5 സീറ്റ് വരെ, NDAക്ക് 1 മുതൽ 3 വരെ. ടൈംസ് നൗ ETG UDFന് 14 മുതൽ 15 സീറ്റ് വരെ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. LDFന് 4ഉം NDAക്ക് 1ഉം. ABC സി വോട്ടറുടെ കണക്കുകൾ ഇങ്ങനെ. UDFന് 17 മുതൽ 19 സീറ്റ് വരെ, LDFന് 0, NDAക്ക് 1 മുതൽ 3 സീറ്റ് വരെ. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ UDFന് 17 മുതൽ 18 സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുന്നു. LDFന് 1ഉം NDAക്ക് 2 മുതൽ 3 വരെ സീറ്റുകളുമെന്നാണ് പ്രവചനം. ഇന്ത്യ TV CNXും 13 മുതൽ 15 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. 3 മുതൽ 5 വരെ സീറ്റ് LDFനും 1 മുതൽ 3 വരെ സീറ്റുകൾ NDAക്കും. TV9ന്റെ കണക്കുകൾ ഇങ്ങനെ. UDFന് 16 സീറ്റ്, LDFന് 3, NDAക്ക് 1. BMRന്റെ കണക്ക് പ്രകാരം UDFന് 19 സീറ്റ്, LDFന് 0, NDAക്ക് 1. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെന്നാണ് എക്സിറ്റ് പോൾ കണക്കുകൾ. UDFന്റെ വോട്ട് ശതമാനം കുറയുമ്പോൾ LDFന് 2019നെ അപേക്ഷിച്ച് നില മെച്ചപ്പെടുത്താം. എക്സിറ്റ് പോളുകൾ സത്യമായാൽ BJP കേരളത്തിൽ ചരിത്രം കുറിക്കും. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് പുറത്തുവരുന്ന എല്ലാ എക്സിറ്റ് പോളുകളും വ്യക്തമാക്കുന്നത്. 1 മുതൽ 3 സീറ്റ് വരെ NDA നേടുമെന്നാണ് എക്സിറ്റ് പോളുകൾ. ഇതോടെ തിരുവനന്തപുരം, തൃശൂർ സീറ്റുകളിൽ BJPയുടെ മോഹങ്ങൾ വാനോളമുയർന്നു. എക്സിറ്റ് പോളുകൾ വിശ്വാസത്തിലെടുക്കേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് മുന്നണികൾ. എങ്കിലും അണിയറ ചർച്ചകൾ സജീവം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷ വെച്ചും ആശങ്കപ്പെട്ടും മുന്നണികൾ. തുടർച്ചയായ 3ാം തവണയും BJPയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. ഇന്ത്യ സഖ്യത്തിന് പരമാവധി 150 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. കേരളത്തിൽ UDF ആധിപത്യമെന്ന് സർവേകൾ വ്യക്തമാക്കുമ്പോൾ BJP അക്കൗണ്ട് തുറന്നേക്കാമെന്നും സർവേകൾ പറയുന്നു. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ UDFന് മുൻതൂക്കമുണ്ടാകും, UDF തൂത്തുവാരും എന്നുള്ള പ്രവചനങ്ങൾ കേരളത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രവചിക്കുന്നുണ്ട് എങ്കിൽ പോലും BJPക്ക് ഇത് ആശ്വാസം നൽകുന്ന ഒരു പോൾ ഫലമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. BJP ചരിത്രം കുറിക്കും, അക്കൗണ്ട് തുറക്കും, 1 മുതൽ 3 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രവചിക്കുന്നത്. LDFനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? തിരിച്ചടി നേരിടും, വലിയ തിരിച്ചടി നേരിടുമെന്നുള്ള പ്രവചനങ്ങൾ നിലനിൽക്കെ പരമാവധി 4 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്ന പോൾ ഫലങ്ങളും പുറത്തു വരുന്നുണ്ടല്ലേ? ആര്യ, എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമായാൽ അത് BJPയെ സംബന്ധിച്ച് കേരളത്തിൽ ചരിത്രം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് 1 മുതൽ 3 വരെ സീറ്റുകൾ BJP കേരളത്തിൽ നേടുമെന്ന് തന്നെയുള്ള ഒരു പ്രവചനമാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ വോട്ട് വിഹിതത്തിൽ, വോട്ട് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കും. 15% നിന്ന് 27% വോട്ട് വിഹിതം ഉയർത്താൻ BJPക്ക് സാധിക്കുമെന്നുള്ള പ്രവചനങ്ങൾ കൂടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്
ഇടതുമുന്നണിയെ സംബന്ധിച്ച്, കാരണം ഇടതുമുന്നണിക്ക് 29% വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് 2019. അങ്ങനെ നോക്കുമ്പോൾ 27%ത്തിലേക്ക് BJP എത്തുകയാണ് എങ്കിൽ അത് 2% മാത്രം, BJPയും LDFും തമ്മിൽ 2%-ന്റെ മാത്രം ഒരു വ്യത്യാസം മാത്രമാവും കാണുക. അത് LDFിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം കഴിഞ്ഞ 2019 അതേ പ്രകടനം ഇത്തവണയും കാഴ്ചവെക്കാൻ സാധിക്കും UDFന് എന്നുള്ളത് തന്നെയാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. 1 മുതൽ 4 വരെ സീറ്റുകൾ LDFന് പ്രവചിക്കുകയും ചെയ്യുന്നു. LDFിനെ സംബന്ധിച്ച് അത് ആശാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അറിയാതെ ചെറിയ രീതിയിലുള്ള ഒരു ആക്സിഡന്റ് പറ്റിയതാണ്. അതിന്റെ രീതിയിൽ കാര്യമായ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് തിരികെ ആ വാർത്തയിലേക്ക് തന്നെ വരുമ്പോൾ 1 മുതൽ 4 വരെ സീറ്റുകൾ അത് LDFന് നേടാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ, അത്തരത്തിലുള്ളൊരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ കഴിഞ്ഞ തവണ 2019 ആകെ ഒരു സീറ്റ് മാത്രമാണ്, ആലപ്പുഴയിൽ മാത്രമാണ് LDFന് ആശ്വസിക്കാനായി വകയുണ്ടായിരുന്നത്. ആ സീറ്റ് ഉൾപ്പെടെ ഇത്തവണ നേടാനാകുമോ എന്നുള്ളൊരു ആശങ്ക LDF ക്യാമ്പിനുണ്ട്. പക്ഷേ ഈ 4 വരെ സീറ്റുകൾ അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നോക്കുമ്പോൾ ആറ്റിങ്ങൽ, ഒപ്പം തന്നെ വടകര, ഒപ്പം പാലക്കാട്, കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ വ്യക്തമായി തന്നെ വിജയിക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ള കാര്യം നമുക്കിനി വോട്ടെണ്ണൽ ദിവസം കണ്ടറിയാൻ സാധിക്കുകയും ചെയ്യും. അതേസമയം തിരുവനന്തപുരവും ആറ്റിങ്ങൽ, തൃശൂർ തുടങ്ങിയ ഈ 3 മണ്ഡലങ്ങളിലാണ് BJPക്ക് മേൽക്കൈ നേടാൻ, അല്ലെങ്കിൽ BJP വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു കടന്നുവരവോട് കൂടി വലിയ രീതിയിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം UDFും BJPയും തമ്മിലുണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അത് എത്രത്തോളം സത്യമാകുമെന്ന് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത് തിരുവനന്തപുരത്തെ വിധി നിർണ്ണയിക്കുന്നത് അത് തീരദേശ മേഖലയിലെ വോട്ടുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മുൻകാലങ്ങളിലും ഒക്കെ തന്നെ UDFിനെ വിജയിപ്പിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് തീരദേശ മേഖല തന്നെയാണ്. ഒരു ഘട്ടത്തിൽ O രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ, ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ചപ്പോൾ, അന്ന് ഒരുപക്ഷെ മറ്റ് 4 നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. പക്ഷേ തീരദേശ മേഖലകളിലേക്ക് വന്നപ്പോൾ അത് ശശി തരൂരിന് അനുകൂലമായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത്തരത്തിൽ ഇത്തവണയും അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നണികളുടെ എല്ലാ പ്രവർത്തനവും നടത്തുകയും ചെയ്ത് ഇത്തവണയും ശശി തരൂരിനെയും UDFിനെയും കോൺഗ്രസിനെയും തീരദേശ മേഖല കൈവിടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. അത് തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുകയും ചെയ്തത്. ആറ്റിങ്ങലെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒരു ത്രികോണ മത്സരം നടക്കുന്നത് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചുവെങ്കിൽ പോലും തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പോലെ തന്നെ BJPക്ക് അവിടെ കാര്യമായി ആശ്വസിക്കാനുള്ള ഒരു വക ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം അവിടെ ജില്ലാ സെക്രട്ടറിയെ വി ജോയിയെ രംഗത്തിറക്കിക്കൊണ്ട് ആ സീറ്റ് ആറ്റിങ്ങൽ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു എന്നത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ UDFന് കൂടുതൽ മേൽക്കൈ നേടാൻ സാധിക്കും. പക്ഷേ എന്തായാലും ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത് BJP ഇവിടെ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും MG മിഥുനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. അതേസമയം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ തള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ. എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇന്ത്യ സഖ്യം വൻ വിജയം നേടും, കേരളത്തിലെ 20-ൽ 20ഉം UDF നേടുമെന്നും BJP അക്കൗണ്ട് തുറക്കില്ലെന്നും MK രാഘവൻ പറഞ്ഞു. കോഴിക്കോട് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും MK രാഘവൻ പങ്കുവച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ നമുക്കൊപ്പം കോഴിക്കോട് MP MK രാഘവനുള്ളത്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു. മോദിയുടെ ഒരു തുടർച്ചയാണ് ദേശീയ തലത്തിൽ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതീക്ഷ ഈ സമയത്ത്? ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ എല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പല എക്സിറ്റ് പോളും റിസൾട്ട് വരുമ്പോൾ അതെല്ലാം അതിൽ മാറ്റം വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതായാലും ഇന്ത്യ സഖ്യം ഒരു കനത്ത ഒരു മത്സരം കാഴ്ചവെച്ചു. നെക്ക് ടു നെക്കാണെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യ സഖ്യം തിരിച്ചു വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും അവരുടെ ഒരു അപ്രമാദിത്വം നിലനിർത്തുമെന്ന് പറയുന്നു. പക്ഷേ UPയിലടക്കം മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഈ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താണ് കോൺഗ്രസ് അടക്കം സഖ്യം രൂപീകരിക്കാൻ മുന്നോട്ട് പോയത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഇന്ത്യ സഖ്യം ശക്തമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മത്സരം നേരിട്ടു. ഇത് ഇന്ത്യ സഖ്യം തിരിച്ചു വരാനുള്ള ഒരു സമയമായി ഞങ്ങൾ തന്നെ കാണുകയാണ്. അതുകൊണ്ട് UPയിൽ പോലും ഒരു സൈസബിൾ നമ്പർ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ തെക്കേ ഇന്ത്യയിലാണ് 100 സീറ്റുകളടക്കം ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ 100 സീറ്റുകളിലധികം ലഭിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. പക്ഷേ കർണാടകത്തിലും തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഒരു BJP ഒരു പ്രഭാവം പ്രകടിപ്പിക്കുമെന്ന ചില റിപ്പോർട്ടുകൾ. ഞാൻ പറഞ്ഞത് എക്സിറ്റ് പോൾ ഒരിക്കലും ശരിയായിട്ടില്ല.
ചിലപ്പോൾ ചില ഘട്ടങ്ങൾ ശരിയായി കാണുമായിരിക്കും. അല്ലാതെ എക്സിറ്റ് പോൾ മാത്രം ആശ്രയിച്ചുള്ള പ്രവചനം അസാധ്യമാണ്. ഇത് കൗണ്ടിങ് 2 ദിവസം കൗണ്ടിങ് നടക്കാൻ വേണ്ടി പോവുകയാണ്. പൂർണ്ണമായി നമുക്കൊരിക്കലും എക്സിറ്റ് പോളിൻ്റെ ഇതിനെ ആശ്രയിക്കാൻ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ സഖ്യം നല്ല മത്സരം കാഴ്ചവെച്ചു. അത് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കേരളത്തിലേക്ക് വന്നാൽ LDFന് 0 സീറ്റ് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുണ്ട്, 4 മുതൽ 5 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുണ്ട്. അതിലേതായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, എക്സിറ്റ് പോളൊന്നും ഒരിക്കലും നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാനോ വിശ്വസിക്കാനോ കഴിയില്ല. LDFന് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്ക് എക്സിറ്റ് പോളിന്റെ പ്രവചനം അടിസ്ഥാനപ്പെടുത്തിയൊന്നും നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ വന്ന എക്സിറ്റ് പോളിനെ വ്യത്യസ്തമായിട്ട് പറയുന്നു. 5 പേർ 5 രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വിശ്വസിക്കും? അതുകൊണ്ട് ഒരു നല്ല മെജോറിറ്റിക്കാണ് ഇവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 2 ബിഗ് ഫൈറ്റ് മണ്ഡലങ്ങൾക്കിടയിൽ കിടന്ന ഒരു പ്രശ്നമാണ് ഈ വടകരയും വയനാടും 2 വശം നിൽക്കുന്നു. ആവേശം പൂർണ്ണമായി അവിടേക്ക് കേന്ദ്രീകരിച്ചെന്നൊരു തോന്നുന്നുണ്ട്. അല്ല, ആവേശം അവിടെ നടന്നിട്ട് നല്ലതല്ല. ആവേശം ആരും മോശം എന്ന് പറയില്ല. ഇത് തെരഞ്ഞെടുപ്പാണല്ലോ പ്രധാനം, വോട്ട് ചെയ്യലാണല്ലോ പ്രധാനം. അത് ഏതായാലും തീർച്ചയായും UDF ഇവിടെ ജയിക്കും. അല്ല, ഈ ആൾക്കൂട്ടത്തിലും ആവേശത്തിലും മാത്രം കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഈ വോട്ടർമാരാണ് പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഇവിടെയും നല്ല മത്സര ബുദ്ധിയിലാണ് പ്രവർത്തിച്ചത് എല്ലാവരും. അതുകൊണ്ട് നല്ല രീതിയിൽ പോളിംഗ് നടന്നു. UDF ആ പോളിംഗിൽ മുമ്പിൽ നിന്നു ജയിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിന് കോഴിക്കോട് UDF വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. 2020 എന്നതിൽ കുറഞ്ഞ് മറ്റൊരു വിജയവും കേരളത്തിൽ UDF പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ സഖ്യം രാജ്യം ഭരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഈ നിമിഷവും ആവർത്തിക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്ന BJP 60 അംഗ നിയമസഭയിൽ 33 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. സിക്കിമിൽ ഭരണകക്ഷിയായ SKM മുന്നേറുകയാണ്. രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, അരുണാചലിൽ BJPക്ക് അനുകൂലമായ കാറ്റ് വീശുമ്പോൾ സിക്കിമിൽ SKM മുന്നേറുന്നു അല്ലേ? അതെ ആര്യ, അരുണാചലിലും സിക്കിമിലും ഭരണ തുടർച്ച, അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ച ഏതാണ്ട് 4 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ അരുണാചൽ പ്രദേശിൽ 60 അംഗ നിയമസഭയാണ് അരുണാചൽ പ്രദേശിൽ. അവിടെ 50 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 10 സീറ്റുകളിൽ BJP എതിരില്ലാതെ വിജയിച്ചിരുന്നു. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി തുടങ്ങിയവരൊക്കെ എതിരില്ലാതെ വിജയിച്ചിരുന്നു. ഇപ്പോൾ നിലവിലെ ലീഡ് നില പ്രകാരം 60 അംഗ നിയമസഭയിൽ 42 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. തൊട്ട് പിന്നുള്ള NPP ബഹുദൂരം പിന്നിലാണ്. NPPക്ക് 8 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 31 സീറ്റാണെങ്കിൽ ഇപ്പോൾ 42 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. NPP 8, NCPക്ക് 3 സീറ്റ് എന്നിങ്ങനെയാണ് നില. സിക്കിമിലേക്ക് വരുമ്പോൾ അവിടെ SKM ഏകപക്ഷീയമായൊരു വിജയത്തിലേക്ക് പോകുന്നു. ആ രീതിയിലാണ് നിലവിലെ സാഹചര്യം. കാരണം 30 മണ്ഡലങ്ങളിലെ ലീഡ് നിലയാണ് ഇപ്പോൾ അറിവായിരിക്കുന്നത്. ഈ 30 മണ്ഡലങ്ങളിൽ 29 ഇടത്തും SKM സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു എന്നാണ് പ്രത്യേകത. SDFന് 1 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ ഇപ്പോൾ ഇതിനോടകം തന്നെ സാധിച്ചിട്ടുള്ളത്. പല പ്രധാനപ്പെട്ട നേതാക്കളും SDFിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ പിന്നിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന പവൻ ചാംലിംഗ് SDFിൻ്റെ നേതാവാണ്. അദ്ദേഹം പിന്നിലാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ SKMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ലീഡ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് ഉൾപ്പെടെയുള്ളവർ ലീഡ് ചെയ്യുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഏതായാലും ഈ 2 സംസ്ഥാനങ്ങളും ഭരണ തുടർച്ച എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഏതായാലും കാര്യങ്ങൾ പോകുന്നത്. ആര്യ, ശരി, രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. വാർത്തകളിലേക്ക് എത്തുമ്പോൾ അവയവക്കടത്തിൽ കേസിൽ ഹൈദരാബാദിൽ നിന്ന് പിടിയിലായ മുഖ്യപ്രതി ബല്ലം രാംപ്രസാദ് കൊണ്ടയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ഇയാൾക്കായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഹൈദരാബാദിന് പുറമെ ഡൽഹി, ബംഗളൂരു തുടങ്ങിയ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഈ മുഖ്യപ്രതികളിൽ ഒരാളാണ് പിടിയിലായിട്ടുള്ളത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായകമായ പല വിവരങ്ങളിലേക്കും എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ടല്ലേ? ആര്യ, അന്വേഷണം ഇപ്പോൾ കടന്നു പോകുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഘട്ടങ്ങളിലൂടെ തന്നെയാണ്. ഇതിൽ ഇപ്പോൾ 3ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ ഈ രാമചന്ദ്ര നടന്നിരിക്കുന്നത്.
ഈ ബെല്ലം രാമചന്ദ്രൻ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചിരുന്ന ഇറാനിലും അതോടൊപ്പം തന്നെ ഹൈദരാബാദിലും ഒരുപോലെ തന്നെ സഞ്ചരിച്ച ഇത്തരം കാര്യങ്ങളെല്ലാം കാലങ്ങളായി ഏകോപിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത്. ഈ സബിത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും അതോടൊപ്പം തന്നെ സജിത്ത് ഷാമിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നത്. ഇതിനുശേഷം അന്വേഷണ സംഘം ഹൈദരാബാദിലെത്തി 2 ദിവസത്തോളം അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് ഇയാളെ അന്വേഷണ സംഘം കൊടുക്കുന്നത്. ഇയാൾ ഇറാനിലേക്ക് എല്ലാം തന്നെ ആളുകളെ എത്തിക്കുന്നതിൽ വളരെ സുപ്രധാനമായ കണ്ണിയായിട്ട് വർത്തിച്ചിരുന്നു. ഇയാളും ആദ്യം അവയവദാതാവാകാൻ എന്ന രീതിയിൽ തന്നെ സമീപിച്ചതാണ്. പക്ഷേ ആരോഗ്യ കാരണങ്ങളെ ഇയാൾക്ക് അതിന് കഴിഞ്ഞില്ല. പിന്നെയാണ് ഇയാൾ ഇതിലെ മറ്റ് സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്കൊപ്പം ഈ സംഘത്തിലെ ഒരു കണ്ണിയായിട്ട് മാറുന്നത്. ഇപ്പോൾ ഇറാനിലുള്ള മലയാളിയായ മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അയാൾക്ക് വേണ്ടി ഇന്റർപോളിന്റെ സഹായത്തോടെ ഉള്ള നോട്ടീസ് നൽകുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ തന്നെ കടക്കും. ആ കാര്യങ്ങളുമെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ ഏറ്റവും സുപ്രധാനമായ ഘട്ടം എന്ന് പറയുന്നത് ഈ കൂടുതൽ അവയവ ദാതാക്കളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവർക്ക് നൽകിയിരിക്കുന്ന പണം വളരെ കുറച്ച് പണം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇവരുടെ തുടർ ചികിത്സയ്ക്ക് അവയവം നൽകിയതിനു ശേഷമുള്ള തുടർ ചികിത്സയും ആവശ്യമാണ്. അതിനുകൂടി ലഭ്യമാകുന്ന വൈദ്യസഹായം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്ന തുക കൂടി നൽകണം. പക്ഷേ പലർക്കും തന്നെ ഭൂരിഭാഗം പേർക്കും തന്നെ അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പലരുടെയും തുടർ ചികിത്സകൾ മൂലം അവർ രോഗികളാവുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്കകൾ ഉണരുന്നുണ്ട്. ഇവരിലേക്ക് അന്വേഷണം എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം അന്വേഷണ സംഘങ്ങൾ കൂടുതൽ നീക്കുപോക്കുകളിലേക്ക് കാര്യങ്ങളിലേക്കെല്ലാം വരും ദിവസങ്ങളിൽ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇരുവരെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിയുടെ വിരലിനു പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചതായി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. ആശുപത്രി സംവിധാനത്തിലെ തകരാറുകളും സംഭവത്തിലേക്ക് നയിച്ചു. മെഡിക്കൽ ബോർഡ് കൺവീനറായ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രാജേന്ദ്രൻ മെഡിക്കൽ കോളേജ് ACP KE പ്രേമചന്ദ്രന് റിപ്പോർട്ട് കൈമാറി. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വാർത്താരംഭത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഭൂരിഭാഗം